മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ആകാശ് തില്ലങ്കേരിക്കും കൂട്ടുപ്രതികൾക്കും ജാമ്യം എന്നുള്ളതാണ്. ആകാശ് നേരിട്ട് കോടതിയിൽ ഹാജരായി. സ്ത്രീത്വത്തെ അപമാനിച്ച കേസിലാണ് ജാമ്യം. വിശദാംശങ്ങൾ റിയാസ് നൽകും. റിയാസ്, ആകാശ് ഒളിവിലായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇപ്പോൾ നേരിട്ട് കോടതിയിൽ ഹാജരായോ? എന്താണ് വിവരങ്ങൾ? ആകാശ് തില്ലങ്കേരി മട്ടന്നൂർ കോടതിയിലാണ് ഹാജരായത്. അല്പം മുൻപാണ് ആകാശ് തില്ലങ്കേരി മട്ടന്നൂർ കോടതിയിൽ ഹാജരായത്. ഈ നേരത്തെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിൽ ആകാശ് തില്ലങ്കേരിയുടെ കൂട്ടാളികളായ ജിജോ തില്ലങ്കരിയും ഒപ്പം ജയപ്രകാശ് തില്ലങ്കരിയെയും മുഴക്കുന്ന് CI ഡിവിഷന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഒപ്പം ആകാശിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി P. ഹേമലത ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇന്ന് രാവിലെ കർശന നിർദ്ദേശവും നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ ആകാശ് തില്ലങ്കേരിയുടെ 2 കൂട്ടാളികളെ മുഴക്കുന്ന് CIയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സമയത്താണ് ആകാശ് തില്ലങ്കേരി കൂടി മട്ടന്നൂർ കോടതിയിൽ കീഴടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അതുവഴി പോലീസിന്റെ അറസ്റ്റും ചോദ്യം ചെയ്തും ഒഴിവാക്കാൻ ആകാശിന് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. ആകാശ് തില്ലങ്കരിക്കും കൂട്ടുപ്രതികൾക്കും ആ ഒരു കേസിൽ, അതായത് DYFIയുടെ വനിതാ പ്രവർത്തകയെ അപമാനിച്ചു, ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവർക്കെതിരെ വ്യക്തിഹത്യ നടത്തി എന്ന കേസിൽ ആകാശ് തില്ലങ്കരിക്കും അതുപോലെ ഇവർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ശരി റിയാസ്, ആകാശ് തില്ലങ്കരിക്കും കൂട്ടുപ്രതികൾക്കും ജാമ്യം. ആകാശ് നേരിട്ട് കോടതിയിൽ ഹാജരായി. സ്ത്രീത്വത്തെ അപമാനിച്ച കേസിലാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത്.